ജോലിക്ക് ആളെ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. യൂണിയന്റെ കാർഡുണ്ടോ? കാർഡോ? KPTO CPTO? ഞാൻ അതിലൊന്നുമില്ല. നെക്സ്റ്റ് സാർ, പറഞ്ഞില്ലേ യൂണിയൻ മെമ്പർക്ക് ഇവിടെ ജോലിയുള്ളൂ. അതെന്താ സാർ, പുതുതായി വരുന്നവർക്ക് ഇവിടെ ജോലി ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് ന്യായമാ സാർ? ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, വെറുതെ നിൽക്കണ്ട. ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. പിന്നെന്തിനാ വെറുതെ KPTU CPTU നോക്കുന്നത്? അതൊന്നും എനിക്കറിയണ്ട. തനിക്ക് ഇവിടെ ജോലിയില്ല. താൻ ഏത് യൂണിയനാണെന്ന്? തീപ്പെട്ടി ഞാൻ താൻ KPTU CPTU? ഞാനൊരു യൂണിയനിലും ഇല്ല. എന്നാ തീപ്പെട്ടിയില്ല. നമസ്തേ. എന്താ, എന്ത് വേണം? ഇവിടുത്തെ പോർട്ടില് ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് കേട്ടു. തിരക്കിയപ്പം ഈ യൂണിയൻ ഓഫീസിൽ നിന്നാ അതിനുള്ള പാസ് കൊടുക്കുന്ന അറിഞ്ഞു. എനിക്കൊരു പാസ് തരണം. പാസ് ഇവിടത്തെ യൂണിയൻ അംഗങ്ങൾക്ക് കൊടുക്കും. ഞാനും അങ്ങാവാ സാർ. പോർട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ ദിവസത്തിൽ ചുരുങ്ങിയത് 19 രൂപ കൂലി കിട്ടുന്നതാ. അത് ചുമ്മാ വന്നങ്ങ് ചോദിച്ചാൽ തരാൻ പറ്റുമോ? പിന്നെ എന്ത് വേണം സാർ? ജോലി വേണമെങ്കിൽ താൻ ഒരു 5000 രൂപ കൊണ്ടുപോവാ. യൂണിയനിൽ അംഗമാവാൻ 5000 രൂപയോ? തനിക്ക് പോർട്ടിലെ ജോലിക്ക് പാസ് വേണോ? 5000 രൂപ തരണം. അപ്പം സാറ് കൈക്കൂലി ചോദിക്കുകയാണോ? രൂപയുണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ താൻ പോ. ഇതെന്ത് ഇടപാടാ സാറേ? എവിടെയെങ്കിലും ജോലിക്ക് എന്ന യൂണിയന്റെ പാസ് വേണം. ഇവിടെ വരുമ്പോ കൈക്കൂലി ചോദിച്ചാലോ അത് 5000 രൂപയും പറ്റും. ഇത്രയും രൂപ ഉണ്ടായിരുന്ന ഞാൻ നിങ്ങൾ തെണ്ടാൻ പറഞ്ഞോ? മതി മതി, വാ വിടോ. താനിങ്ങോട്ട് ഇറങ്ങിക്കേ. ഇവിടെ കയ്യെന്ന് വിടോ. ഇറങ്ങിപ്പോ. ഞാൻ പൊയ്ക്കോളാം പറഞ്ഞില്ലേ? പിടിച്ച് തള്ളാൻ മതിയാ പെറുക്കികള്. വലിയ ആളുകളാണെന്ന നേരം. എന്താ കാര്യം? പോർട്ട് ജോലിക്ക് എന്ന യൂണിയൻ ഓഫീസിൽ ചെല്ലേ. യൂണിയൻ ഓഫീസ് വന്നപ്പോഴോ ഒരു പാസിൽ 5000 രൂപ വേണമെന്ന്. യൂണിയൻകാരും കൈക്കൂലി വായിക്കാ. ആരാ ചോദിച്ചത്? ആ സെക്രട്ടറി. തനിക്ക് തകർത്തെന്ന് പറയാമോ? ഓ, ഞാൻ വരാം. എന്താ? കഴിഞ്ഞ 6 മാസമായില്ലേ ഇന്ന് വാ നാളെ വാന്നും പറഞ്ഞ് നിങ്ങൾ ഞങ്ങളായിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട്? കുടുംബത്തെ പട്ടിണിക്കിട്ട പച്ചവെള്ളം പോലും കുടിക്കാതെ ദിവസവും ഞങ്ങൾ പുറത്ത് കാത്തു നിൽക്കുന്നു. അതിന് ഞാനെന്ത് പിഴച്ചു? പോർട്ടുകാർ സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് പണി തരാതെ അവരുടെ കാശ് വാങ്ങിച്ച് നിങ്ങൾ എത്ര കൊടുത്തു? ഇല്ലാത്ത കാര്യം പറയരുത്. ഞങ്ങൾ ആരോട് പൈസ വാങ്ങിയിട്ടില്ല. ഇവനോടൊരു പാസിന് 5000 രൂപ ചോദിച്ചില്ലേ? ആരാ ചോദിച്ചത്? സാറല്ലേ ഇപ്പൊ എന്നോട് ചോദിച്ചത്? എടാ, കള്ളം പറഞ്ഞാലുണ്ടല്ലോ. കള്ളം പറയാൻ താനാ. ഒരു പാസിൽ 5000 രൂപ വേണമെന്ന് ഇപ്പൊ എന്നോട് ചോദിച്ചത്. ഒരുപാട് മുറിഞ്ഞു. ഒന്നുമില്ല. ഞങ്ങൾ കാരണം നീയും അടി വാങ്ങിച്ചു. അതൊന്നും സാരമില്ല. ഈ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നില്ലേ? ഇനി റോഡിൽ കിടക്കണം. എനിക്ക് 2 ഒരുവല്ല. രാമുന്റെ നാട് അങ്ങ് വടക്ക. പക്ഷെ അവിടെ ഇപ്പൊ എനിക്ക് ആരുമില്ല. അപ്പോ കിടക്കുന്നില്ലേ? ഞാൻ കിടക്കാൻ പോവാ. അച്ഛനിവിടെ ഒരു പെറ്റി കേസിന് ജാമ്യത്തിലൊരു വക്കീൽ വേണം. ഇവിടുത്തെ വക്കീൽ സാർ ബിസിയാ. അച്ഛൻ അപ്പുറത്തോട്ട് ചെന്നാട്ടെ, ഒഴിവുള്ളവരുണ്ടാവും. ഈ മതിലാ ഞങ്ങളുടെ കര മുട്ടിച്ചത്.
ഇവിടെ കല്ലിട്ടെന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ കഷ്ടകാലം. മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയല്ലേ ഈ ഭിത്തി? അല്ല സാർ, കരയിടിയാൻ ഇത് ഒഴുക്കുള്ള സ്ഥലമല്ല. പോർട്ടിന്റെ ഉറപ്പിന് വേണ്ടിയാണ് ഈ മതിലൂടെ കെട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഒരു തോണി ഇങ്ങോട്ട് അടുപ്പിക്കാനോ ഇവിടുന്ന് ഇറക്കാനോ പറ്റാത്ത നിലയിലായി. കാലാകാലം കടലിൽ മീൻ പിടിച്ചു കഴിഞ്ഞവരാ ഞങ്ങൾ. മറ്റൊരു തൊഴിലും ഞങ്ങൾക്ക് അറിയില്ല. വഴിമുട്ടിയപ്പോ തോണിയും വലയുള്ളവർ സ്ഥലം വിട്ടു. കാശിന് ഗതിയില്ലാത്ത ഞങ്ങൾ അവിടെ പോവാനാ? 100 ചില്ലാനും കുടുംബങ്ങളാ പട്ടിണിയിലായത്. മതില് കെട്ടുമ്പോ പോർട്ടിൽ ജോലി തരാന്ന് പോർട്ടുകാർ പറഞ്ഞതാ. എന്നിട്ടിപ്പോ യൂണിയൻകാര് പണം വാങ്ങി മറ്റുള്ളവരെ ആ ജോലിക്ക് വിടുന്നത്. ഞങ്ങൾ അതേപറ്റി ചോദിച്ചതിന് ആ വഴക്കുണ്ടായി. ഈ ചകിരി പിരിച്ചു കൊടുത്താൽ തൂക്കത്തിന് കൂലി കിട്ടും. അക്കരെ ഒരു സൊസൈറ്റി ഉണ്ട്, അവിടുന്ന് കൊണ്ടുവരുന്നതാ. ചുരുക്കി പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്താൽ ഈ കരക്കാരടുത്ത് ആഹാരം കഴിക്കുന്നത്, ആണുങ്ങൾ ചുമ്മാതിരിക്കുക. ഇവരൊക്കെ ഞങ്ങളെ മക്കളാ, ഇവിടുത്തെ പുതിയ തലമുറ. പഠിത്തം കഴിഞ്ഞ് വെറുതെ ഇരിക്കുക. ഞങ്ങൾക്ക് പണിയില്ല, പിന്നെ ഇവരുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ഒരു യൂണിയൻകാർക്കും ഞങ്ങളെ വേണ്ട. ജോലി വാങ്ങിത്തന്നാൽ ഞങ്ങളുടെ കയ്യിൽ കാശ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഒരു യൂണിയൻ വേണം. ട്രേഡ് യൂണിയൻ ഇവിടെ തൊഴിലാളികൾക്കല്ലേ ഉള്ളൂ. ജോലിയില്ലാത്തവർക്ക് എന്തുകൊണ്ടൊരു യൂണിയൻ ഉണ്ടാക്കിക്കൂടാ? ഇവിടെ പട്ടിണി കിടക്കുന്ന 100 ചില്ലാനും കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. സാറ് ഞങ്ങളൊന്ന് സഹായിക്കണം. ഞാനോ? യൂണിയൻ പ്രവർത്തനമൊന്നും എനിക്കറിയില്ല. അതിനിവിടെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ. ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവരുടെ കാര്യം പറയാൻ അവരെ കിട്ടില്ല സാർ. ഞങ്ങളുടെ കഷ്ടസ്ഥിതി സാറ് കണ്ടല്ലോ. കാര്യം പറയാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിപ്പുള്ളവരാരുമില്ല. അതുകൊണ്ട് സാറ് ഞങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാക്കി തരണം. ഞാൻ ആലോചിക്കാം. എന്ന് പറഞ്ഞാ പോരാ, സാർ സമ്മതിക്കണം. ശരി. ഈ യൂണിയൻ തുടങ്ങിയാൽ എല്ലാവർക്കും ജോലി കിട്ടുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഉറപ്പില്ല. ആശയ്ക്ക് അതേ ഒരു വഴിയുള്ളൂ. ഈ യൂണിയൻ ഉണ്ടാക്കാൻ പണച്ചെലവില്ലേ? ഒരു 100-500 രൂപയെങ്കിലും വേണം. 500 രൂപയോ? അതിപ്പോ എവിടെ നിന്നുണ്ടാക്കാനാ? കഞ്ഞിക്ക് അരി വാങ്ങാൻ കാശില്ല. കുഞ്ഞുങ്ങൾക്ക് പോലും വയറ് നിറച്ച് ആഹാരം കൊടുക്കാനുള്ള വക ഇവിടെ ആരുടെയും കയ്യിലില്ല. ചേച്ചി, ഇതൊക്കെ എനിക്കും അറിയാം. പക്ഷെ ഒരു ജോലി കിട്ടിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറും. എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ എന്തെങ്കിലും തന്നാൽ ഈ തുക നമുക്കുണ്ടാക്കാം. എടാ പത്രോസേ, നിനക്കൊരു ജോലി ഉണ്ടല്ലോ. ആദ്യം നീ എന്തെങ്കിലും തന്നാ പിന്നെ മറ്റുള്ളവരും തന്നോളൂ. എവിടെ നിന്ന് എടുത്തു തരാനാ? വള്ളം ഊന്നിയാ കിട്ടണത് 15 രൂപയാ. അതുകൊണ്ട് എത്ര വയറ് കഴിയണം? ആ, നിനക്ക് അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. ഉള്ളവർ വേണ്ടടാ ഇല്ലാത്തവരെ സഹായിക്കാൻ. ഇടാ മോനെ, വല്ലതും കൊടുക്കടാ. കരക്കാർക്ക് ആർക്കെങ്കിലും ജോലി കിട്ടാനല്ലേ. ഇരിക്കും. ഉള്ള സ്ഥലത്തൊക്കെ ആയിട്ട്. വേണ്ട സാർ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. അമ്മണി, ഞങ്ങൾ പിരിച്ചെടുത്തതാ. സാറ് പറഞ്ഞ തുകയുണ്ട്. യൂണിയൻ രജിസ്റ്റർ ചെയ്യാനുള്ള അപേക്ഷയാണ്. ആരാണ് സെക്രട്ടറി? പീറ്ററാണ് സാർ. ആ, പീറ്റർ ഇവിടെയൊക്കെ ഒന്ന് സൈൻ ചെയ്തു. ചേട്ടാ, ഞാനിപ്പോ വരാം. രണ്ടു മൂന്ന് പേർക്ക് ചായ ഉണ്ടാക്കണമെന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പൊ മുഴുവൻ ആളുണ്ടല്ലോ. പതുക്കെ പറ. ഇത്രയും പേർക്ക് ചായ ഉണ്ടാക്കാൻ ഇവിടെ പാലും പഞ്ചാരും തികയില്ല. ശരി, എന്നാ വേണ്ട. ഒപ്പിട്ട് സാർ. സർവ്വസ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ നമ്മുടെ യൂണിയൻ രജിസ്റ്റർ ചെയ്തു. അധികാരികൾ ചെയർമാൻ വാക്കുപാലിക്കുക. ഉല്ലാനത്തെ തൊഴിൽ രഹിതരെ, ഉല്ലാനത്തെ തൊഴിൽ രഹിതരെ ചെയർമാൻ വാക്കുപാലിക്കുക.
സിന്ദാബാദ് SSTU സിന്ദാബാദ് ഫോർട്ടധികാരികൾ നീതി പാലിക്കുക ഫോർട്ടധികാരികൾ നീതി പാലിക്കുക ചെയർമാൻ വക്ക് പാലിക്കുക ചെയർമാൻ വക്ക് പാലിക്കുക SSTU സിന്ദാബാദ് SSTU സിന്ദാബാദ്. ഇൻസ്പെക്ടർ, ഇവിടെ പോലീസ് ഇടപെടേണ്ട കാര്യമില്ല. ഇതൊരു തൊഴിൽ സമരമാണ്. നിങ്ങൾ ആരാണ്? ഞാനാണ് ഇവരുടെ യൂണിയൻ പ്രസിഡന്റ് ജനാർദ്ദൻ. നിങ്ങളുടെ മാർഗതടസ്സമുണ്ടാക്കരുത്. പിരിഞ്ഞു പോണം. സമാധാനപരമായി കഴിഞ്ഞ 34 ദിവസം ഞങ്ങൾ ഈ പടിവാതിൽക്കൽ കാത്തുകിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ ഈ കാർ വിടണം. അത് പറ്റില്ല സാർ. ഞങ്ങൾ പിരിഞ്ഞു പോണമെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തോട് പറയും. ഞങ്ങൾക്ക് പറയാനുള്ളത് പോർട്ട് അധികാരികൾ കേട്ടേ തീരൂ, അല്ലാതെ വിടില്ല. ഇത് മിസ്റ്റർ ജനാർദ്ദനൻ, SSTU പ്രസിഡന്റ്. ഇദ്ദേഹം പീറ്റർ, സെക്രട്ടറി. ഇരിക്കൂ. ഇവരുടെ പ്രശ്നം അറിയാമല്ലോ. യൂണിയൻ അടിസ്ഥാനത്തിൽ ഏത് യൂണിയൻ? ഏതോ കടപ്പുറത്ത് കിടക്കുന്നവരെ സംഘടിപ്പിച്ച് യൂണിയൻ ആണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ജോലി ആവശ്യപ്പെട്ടാൽ അവർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മിസ്റ്റർ കനാരൻ, ഏതോ കടപ്പുറത്ത് കിടന്നിരുന്നവരെല്ലാവർ പോർട്ട് വികസനത്തിൽ ബലിയാടുകളായി തൊഴിൽ നഷ്ടപ്പെട്ട 100 ചില്ലാനും കുടുംബങ്ങളാണ്. അന്ന് പോർട്ട് അധികാരികൾ അവർക്ക് ജോലി കൊടുക്കാമെന്ന് വാക്ക് നൽകിയിരുന്നതാണ്. ആ ജോലി തട്ടിപ്പറിച്ച് വീതിച്ചെടുത്തത് നിങ്ങൾ യൂണിയൻകാരല്ലേ? കടലിൽ പോയി മീൻ പിടിച്ച് ജീവിച്ചിരുന്ന അവർ ഇന്ന് പട്ടിണിയിലാണ്. ജോലി നഷ്ടപ്പെട്ട അവർ ജീവിക്കണോ മരിക്കണോ? അതാണ് ഇവിടെ പ്രശ്നം. കഴിഞ്ഞ 34 ദിവസം ഈ പോർട്ട് ഓഫീസിന്റെ പടിക്കൽ കാത്തുകിടന്ന ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാതെ തിരിച്ചു പോവില്ല. നാളെ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഈ പോർട്ട് ഓഫീസിന്റെ പടിക്കലായിരിക്കും. നിലവിലുള്ള യൂണിയനുകൾ അവഗണിച്ച് ഇവർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ തൊഴിലുടമ പോർട്ട് ട്രസ്റ്റാണ്. തൊഴിലാളികളെ നിയമിക്കാനുള്ള അധികാരം നിങ്ങൾ യൂണിയൻ നേതാക്കന്മാർക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ചർച്ച നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നിങ്ങൾ ഇരിക്കൂ. നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യത്തിൽ മുഴുവൻ പേർക്കും ജോലി കൊടുക്കാൻ ഇപ്പോൾ സാധ്യമല്ല. തൽക്കാലം 7 പേർക്കുള്ള വേക്കൻസി ഉണ്ട്. അത് SSTUവിന് തന്നെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു.